വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഏറ്റവും പുതിയ പ്രൊമോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തത്തിൽ അടിമുടി മാറാനൊരുങ്ങുകയാണ് ബിഗ് ബോസ് സീസൺ 6. അതിന്റെ സൂചന ആദ്യ പ്രൊമോയിൽ തന്നെ നൽകിയിരുന്നു. മുൻ സീസണുകളിൽ കണ്ടുവന്നിരുന്ന സിംഗിൾ ബെഡ്റൂം കൺസെപ്റ്റ് പാടെ മാറ്റി 4 ബെഡ്റൂമുകൾ സീസൺ 6ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോഴിതാ അടുത്ത പ്രൊമോയിലും പറയുന്നു, പലതും കണ്ടും കേട്ടും പഠിച്ചും അടവുകൾ 18 പയറ്റി സീസൺ 6ലേക്ക് വന്നാലും പണി തരുമെന്നാണ്. പ്രതീക്ഷകൾക്കപ്പുറം പലതും കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ് ഓരോ പ്രൊമോയും സൂചിപ്പിക്കുന്നത്. എന്തായാലും സീസൺ 6 കണ്ടസ്റ്റൻസിന് വേറിട്ടൊരു ബിഗ് ബോസ് എക്സ്പീരിയൻസ് തന്നെയാകും ഈ സീസൺ. അതിനപ്പുറം ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്കാവും പുതിയൊരു ബിഗ് ബോസ് അനുഭവം ലഭിക്കുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നിലവിലൊരു 80-85% കൺഫേംഡ് ആയ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. 80-85% എന്ന് പറയുമ്പോൾ ടെമ്പററി കൺഫർമേഷൻ മാത്രമാണ്. സീസൺ 6ലേക്ക് ആർക്കും ഇതുവരെയും 100% കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ചില സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടിയിരിക്കും. എന്തായാലും ബാക്കി എല്ലാവർക്കും ഒരു ടെമ്പററി കൺഫർമേഷൻ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ പറയുന്നവരിൽ സെയിം കാറ്റഗറിയിൽ നിന്നും പലരും ചിലപ്പോൾ പുറത്തായേക്കാം. അതുപോലെ ഇപ്പോൾ പറയുന്ന ലിസ്റ്റിൽ ഞാൻ മുൻപിട്ടിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത ചിലരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ രാജീവ് പരമേശ്വർ. ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും വരുന്ന വ്യക്തിയാണ്. ഏകദേശം 100% സീസൺ 6ൽ ഉറപ്പിച്ചു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ബട്ട് നമുക്കൊരു 85% ചാൻസിൽ നിർത്താം. അതുപോലെ ഉറപ്പിച്ചു കേൾക്കുന്ന മറ്റൊരു പേരാണ് ബ്യൂട്ടി ബ്ലോഗറും യൂട്യൂബറുമായ ജാസ്മിൻ ജാഫർ. ആദ്യം മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നയാളാണ് ജാസ്മിൻ. ഇപ്പോൾ സീസൺ 6ൽ കൺഫേംഡ് ആയി എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് തട്ടിയും മുട്ടിയും കോമഡി സീരിയലിൽ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് പ്രഭു ആണ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒന്നും ഉൾപ്പെടാതിരുന്ന ഒരു പേരാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്നുണ്ട് സിദ്ധാർത്ഥ് പ്രഭുവും ഏതാണ്ട് കൺഫേം ആയി എന്ന്. സീസൺ 5ൽ തട്ടിയും മുട്ടിയും ഫെയിമായ സാഗർ സൂര്യയും മനീഷയും എത്തിയിരുന്നു. ഇനി പറയുന്ന പേര് ഒരു സീനിയർ സിനി സീരിയൽ ആക്ട്രസ് ആണ് യമുന റാണി. പുള്ളിക്കാരത്തിയുടെ പേരും നമ്മൾ മുൻ ലിസ്റ്റുകളിൽ ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ അടുത്തായാണ് യമുന റാണി സീസൺ 6ൽ ഏതാണ്ട് കൺഫേം ആയി എന്ന് കേൾക്കുന്നത്. മുൻപ് കേട്ടിരുന്നത് ബീന ആന്റണിയുടെ പേരാണ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ. എന്നാൽ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുകയാണ്. അടുത്തത് അപ്സര ആൽബി. ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫെയിം ആണ്. സ്വാന്തനം സീരിയലിൽ നിന്നും രാജീവ് പരമേശ്വരന്റെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അപ്സര ആൽബി എത്രത്തോളം വരുമെന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് സീസൺ 6ലേക്ക് ഈ പറഞ്ഞ പോലെ ടെമ്പററി കൺഫർമേഷൻ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പുള്ളിക്കാരിയും നമ്മുടെ മുൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടാതിരുന്ന പേരാണ്. ഇനി പറയാൻ പോകുന്ന പേരും ഈ അടുത്തായി കേൾക്കുന്ന ഒരാളാണ്, ബിനോയ് വർഗീസ്. ടെലിവിഷൻ അവാർഡ് പ്രോഗ്രാംസിന്റെ ഒക്കെ ഹോസ്റ്റായി എത്തുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 80-85% കൺഫേം ആയ ഒരാളാണ് ബിനോയ് വർഗീസ്. അടുത്തത് മോഡലും റൈഡർ ഗേളും ഒക്കെ ആയ അനീഷ നായരാണ്. ഏതാണ്ട് കൺഫേം ആയി എന്ന് തന്നെയാണ് അറിയുന്നത്. ഇനി പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഡാൻസറും സീരിയൽ ആക്ട്രസുമായ ശരണ്യ ആനന്ദാണ്. സാധ്യതകൾ ഏറെയുള്ള ഒരു വ്യക്തിയാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം മുതൽ ഉള്ള ഒരു പേരാണ് അടുത്തത്, അഖിൽ ആനന്ദ്. ഏതാണ്ട് ഫൈനൽ ലിസ്റ്റിൽ തന്നെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി പറയുന്നത് ഡാൻസറും സീരിയൽ ആക്ട്രസുമായ നയന ജോസനാണ്. യൂത്ത് കാറ്റഗറിയിൽ നിന്നും സീസൺ 6ൽ പ്രതീക്ഷകൾ ഏറെയുള്ള ഒരാളാണ്. അടുത്തത് ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ നിന്നും ആർട്ടിസ്റ്റ് കൂടിയായ ശീതൾ ശ്യാമാണ്. ഈ അടുത്തായാണ് ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ നിന്നും ശീതൾ സീസൺ 6ൽ എത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. മുൻപ് അമേയ പ്രസാദും നിവേദ് ആന്റണി എന്നിവരുടെ പേരുകളായിരുന്നു കേട്ടിരുന്നത്. എന്തായാലും ഇവരിൽ ഒരാളാകും വരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പറയുന്ന മിക്ക പേരുകളും നമ്മുടെ മുൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും അതുപോലെ ആദ്യം മുതലേ സീസൺ 6ലേക്ക് സാധ്യത കൊടുത്ത കുറച്ച് പേരുകളാണ്. യൂട്യൂബർ ആയിട്ടുള്ള സായി കൃഷ്ണ, സ്റ്റാർ മാജിക് ഫെയിം ബിനീഷ് ബാസ്റ്റിൻ, ആക്ടറും സെലിബ്രിറ്റി ക്രിക്കറ്റ് പ്ലെയറുമായ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, മല്ലു ജെഡി എന്നറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗർ മുകേഷ് എം നായർ, ഇൻഫ്ലുവൻസറായ സിജോ ജോൺ, പോഡ്കാസ്റ്ററായ അപർണ പ്രേമരാജ്, ആങ്കറായ പൂജ കൃഷ്ണ, ഉപ്പുമുളകും ഫെയിം ഋഷി കുമാർ, അതുപോലെ ഡാൻസറായ ഷാലു മേനോൻ. അങ്ങനെ ഈ 20 പേരുകളാണ് നിലവിൽ 80-85% ടെമ്പററി കൺഫർമേഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ വരുന്നത്. ഇതുപോലെ സാധ്യതയിൽ മുൻ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള മറ്റു പലരുമുണ്ട്. ഇതിൽ നിന്നും സെയിം കാറ്റഗറിയിൽ വരുന്ന പലരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അതുപോലെ ഈ ലിസ്റ്റിൽ പെടാത്ത പലരും സീസൺ 6ൽ എത്തിയേക്കാം. അങ്ങനെ മിക്ക സീസണിലും സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരു 18-20 പേരായിരിക്കും മെയിൻ കണ്ടസ്റ്റൻസ് ആയി ആദ്യം ബിഗ് ബോസ് ഹൗസിൽ കയറുക. മിനിമം 2 കോമണേഴ്സ് എങ്കിലും സീസൺ 6ൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 4-5 വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസും സ്റ്റാൻഡ് ബൈ ആയി ഉണ്ടായേക്കാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.